ഹലോ, എൻ്റെ അമ്മയുടെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ഈ ഒരു കൊട്ടിയൂർ യാത്ര. കാലിനും മുട്ടിനുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്തായാലും എനിക്ക് ആ അമ്പലത്തിലൊന്ന് പോകണം, കാണണം നല്ലൊരു ഉറച്ചൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഈ യാത്ര പോകുന്നത്. നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയിലായിരുന്നു നമ്മൾ പോയത്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ലൊരു മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. പക്ഷേ മഴ പെയ്ത പോലത്തെ ഒരു റോഡും കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ടത്. ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും ഉള്ളത്. അവിടെയാണ് ഈ കാണുന്ന കടകളും ചന്തകളും ഒക്കെ ഉള്ളത്. നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പാലത്തിൻ്റെ അവിടെ ആ പുഴയുടെ സൈഡിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. പേ പാർക്കിംഗ് ആണ്, 40 രൂപയാണ് പാർക്കിംഗ് ഫീസ്. പക്ഷേ അമ്പലത്തിൻ്റെ പോകുന്ന ആ പാലം കടന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ, ഒത്തിരി ദൂരമൊന്നും നടക്കാനില്ല. അതുകൊണ്ട് വേഗം എത്താൻ പറ്റി. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നല്ല തിരക്ക് ഉള്ള പോലെ തോന്നുമെങ്കിലും നമുക്കത്ര വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഉണ്ടാകുന്നതിനേക്കാളും കുറച്ച് തിരക്ക് കുറവായിരുന്നു നമ്മൾ പോയ ഈ തിങ്കളാഴ്ച ദിവസം. ഇപ്രാവശ്യം കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോരോ അറിയിപ്പുകളൊക്കെ പറയുന്ന സമയത്ത് അത് മലയാളത്തിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കന്നഡയിലും പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് അവിടെ എത്തുന്നവരെയും നല്ല ടെൻഷനായിരുന്നു, നടക്കാൻ പറ്റുമോ, കാല് വേദന എടുക്കുമോ എന്നൊക്കെ. പക്ഷെ അവിടെ എത്തിയതിന് ശേഷം എന്തോ സ്വർഗം കിട്ടിയ പോലത്തെ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. വാമിക്കാണെങ്കിൽ ആനേനെ കാണണം, അതിൻ്റെ അടുത്ത് പോകണം എന്നെല്ലാം ഭയങ്കര വാശിയായിരുന്നു. പക്ഷേ ആനേനെ കണ്ട സമയത്ത് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാനില്ല, ഒരു ധൈര്യമില്ല. വേണമെങ്കിൽ അവിടെ പോയി നിൽക്കാം, ഫോട്ടോ എടുക്കാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല. ആനേനെ കുറേ സമയം നോക്കി അവിടെ നിന്നിട്ട് പിന്നെ താഴോട്ടേക്ക് വന്നു. നമ്മൾ കൊട്ടിയൂർ വരുന്ന സമയത്ത് അക്കരെ കൊട്ടിയൂർ പോയതിന് ശേഷം മാത്രമേ ഇക്കരെ കൊട്ടിയൂർ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച്, അന്നദാനമുണ്ട്, അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നത്. തിരിച്ചു വരാൻ നേരത്ത് മാമിക്ക് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞ് ചന്തയിൽ പോയി ഓടപ്പൂവ് വാങ്ങി കളിപ്പാട്ടമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അവസാനം വീട്ടിൽ തിരിച്ചെത്തിയത്. പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ നെയ്പായസവും തിരുവപ്പവും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.